സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള അകൽച്ച കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നൊരു വിഷയമാണ്. ഇപ്പോഴിതാ സമസ്തയുടെ ഒരു പ്രമുഖ നേതാവ് മുക്കം ഉമർ ഫൈസി തങ്ങൾ അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളോട് പറയുകയാണ്, ലീഗുമായിട്ട് ഒന്നിച്ചു പോകാനാണ് സമസ്ത ആഗ്രഹിക്കുന്നത്. ലീഗിനോട് അനാവശ്യമായ കലഹങ്ങളോ തർക്കമോ ഞങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ പരിഹരിക്കും. പാണക്കാട് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും പരിഹരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തിരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പ്, അതിനു പുറകെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണ്. ഈ സമസ്തയുടെ ചുവടുമാറ്റം, സമസ്ത ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സമസ്തയുടെ ചുവടുമാറ്റം കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചലനമുണ്ടാക്കും? ഒന്ന് സമസ്ത പൂർണ്ണ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു ഒരു വിഭാഗം. അതെ, ശരിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരൊരു കാര്യമാണ്, ഈ കോൺഗ്രസിനെയും ലീഗിനെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഹമ്മദ് സിംഗ് അങ്ങ് CPM-നെ ആശ്രയിച്ചു. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മോഡി പേടിയായി. മോഡി ദിവസം രാവിലെ എണീച്ച് ഓരോ മുസ്ലിങ്ങൾ അങ്ങനെ വറുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക അവിടെയൊക്കെ പറഞ്ഞുണ്ടാക്കിയിരുന്നു. ഗുജറാത്ത് കലാപുണ്ടായ അത് പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു, അതിന് ആ സാഹചര്യത്തിൽ കണ്ടാൽ മതിയായി. അപ്പം മോഡി ദിവസം മുസ്ലിം ഭക്ഷിയാണ് ഈ നമ്മളായിട്ട് സസ്യഭോജി മാംസഭോജി മുസ്ലിം ഭോജിയാണ് എന്നൊരു പേടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് എല്ലാം കൂടി ഉണ്ടാക്കി. അപ്പം മോഡീനെ തിന്നാൻ പറ്റുന്ന സാധനം എന്താണ് എന്ന് നോക്കിയപ്പോൾ അത് CPM-ആണ്, പിണറായിയാണ്. പിണറായി പണ്ട് ഈ ഊര്യവാളിൻ്റെ ഇടയിൽ കൂടെ ആണല്ലോ നമ്മൾ നടന്ന് ശീലിച്ചിട്ട്. അങ്ങനെ മൂപ്പര് ഇവരെല്ലാം കൂടി അങ്ങനെ സപ്പോർട്ട് ചെയ്തു. അപ്പം അങ്ങനെ ഇതിന് തുടർച്ചയായ ഭരണം വന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത്, ഇനി ഒരു തവണയും കൂടി പിണറായി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ UDF ഇല്ലാതാവും. ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖരും മുരളീധരനും കൊടുക്കാതിരിക്കും. മുരളീധരൻ ഇപ്പം മിണ്ടാതിരിക്കുന്നു നോക്കണം. മുരളീധരൻ കൈക്കോട്ട് കൊടുക്കുന്ന പണിയാണ്. ഇവർക്ക് സത്യത്തിൽ രാജീവിനെക്കാളും ഒന്ന് പേടി മുരളീധരനാണ്. രാജീവ് ഒരു മാന്യനാണ്, മുരളീധരൻ മാന്യനല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഹാർഡ് കോ RSS ആണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടി അതിന് ഡൽഹി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അത് ഇവർക്ക് അങ്ങനെ ഒരാൾ ക്രിസ്ത്യാനികളും മറ്റുള്ളവരെ സ്വാധീനിക്കും, രണ്ടാമത്താണ് ഐഡിയോളജിക്കലി RSS-ൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളുകൾ. അങ്ങനെയൊക്കെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഗൾഫ് കേന്ദ്രീകരിച്ചുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്. അവരുടെ വ്യവസായികളുണ്ട്, ഗൾഫിലെ ചില ഗവൺമെൻറ്റുകളുണ്ട്. അപ്പോൾ അവർ കൃത്യമായ മെസ്സേജ് കൊടുത്തിട്ടുണ്ടാവും. കേരളത്തിൽ ഉത്തരേന്ത്യയിലെ മുസ്ലിം നേതാക്കന്മാരെ പോലെ പട്ടീൻ്റെ വിലയായി പോകും കോൺഗ്രസ് വന്നിട്ടില്ലെങ്കിൽ. കാരണം കോൺഗ്രസ് വന്നിട്ടില്ലേ വരാൻ പോകുന്നത്, കോൺഗ്രസിൻ്റെ സ്ഥാനത്തേക്ക് ഇനി വരാൻ പോകുന്നത് BJP ആണ്. BJP എന്ന് വെച്ചപ്പോൾ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് BJP-യിലേക്ക് ചേരാവുന്ന ആളുകളെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി അവർ ചേരണമെങ്കിൽ BJP ഇവിടുന്ന് അധികാരത്തിലെത്തുമെന്ന് ഫീൽ ഉണ്ടാവും. രണ്ട്, ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് BJP-യോട് മുമ്പുള്ള എതിർപ്പില്ല. അപ്പോൾ ഈഴവന്മാരെ അവിടെ എടുത്തില്ല എന്നൊക്കെ പറയുന്നത് പോലെ അത് വെള്ളാപ്പള്ളി പറയുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ BJP BJP ഹിന്ദുക്കളുടെ കാര്യമാണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഗുണം കിട്ടുന്നൊരു ഫീൽ അവർക്കുണ്ട്. എസ്പെഷ്യലി മോഡി ഒരു ഓൺട്രപ്രനോറിയൽ പുഷ് നടത്തുമ്പോൾ ഈ ഈഴവരെന്ന് വെച്ചാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. കേരളത്തിൽ ഈഴവരെന്ന് ഹിന്ദു കമ്മ്യൂണിറ്റി വ്യവസായികളാണ്. അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നതാണ്. പട്ടേലന്മാരെ പോലെ മാവാടികളെ പോലെ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്ന അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് CPM-നെ സംബന്ധിച്ച സംഘടനാ സംവിധാനം അങ്ങനെ ആയതുകൊണ്ട് അവരങ്ങനെ തന്നെ നിൽക്കും. മാത്രമല്ല CPM-ന് ഒരു പരിധി കൂടുതൽ ഇവരെ ഒന്നും മികവച്ച് കൊടുക്കാനും പറ്റില്ല. ഇപ്പോൾ പിണറായിക്ക് അങ്ങനെ അത്രയും പവർ അദ്ദേഹത്തിന് പാർട്ടിയിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയെന്നല്ലാതെ വേറൊരാൾക്കും ആ രീതിയിൽ പറ്റില്ല. അങ്ങനെ ആ വീഴവർ മൊത്തം കൊഴിഞ്ഞു പോകും. മുസ്ലിങ്ങൾക്ക് സമൂഹത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങളെന്തിനാണ് ഇവന്മാർക്ക് കുത്തുന്നതെന്ന് അവർ ചിന്തിക്കും. അതൊക്കെ ഓൾറെഡി ഉണ്ട്. ഇപ്പം BS-ൻ്റെ മരണാരി ബന്ധപ്പെട്ട് വന്ന ഹൈപ്പിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അതിലൊരു ഈഴവ എന്താ പറയുക, നമ്മൾ മിലിറ്റൻസി ഉണ്ട് അതിൽ. അത് വളരെ മാത്രമല്ല, പണ്ട് പിണറായി BS ഫൈറ്റ് ഉണ്ടായ സമയത്തും അതിൽ ഈഴവ മിലിറ്റൻസി ഉണ്ടായിരുന്നു. അത് BS-നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ലോ, ഈഴവ ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ മുസ്ലിംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവർ പറയുന്നത് എല്ലാം കേൾക്കുന്നതും ഈഴവന്മാർ ചിന്തിച്ചാൽ CPM ഉണ്ടാവില്ല. ബംഗാളിനെ കഷ്ടം. പിന്നെ ഇവരെല്ലാം കൂടി അങ്ങ് BJP-യിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ BJP-നെ പിടിച്ചാലും കിട്ടില്ല. അപ്പോൾ ഈ കാര്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. തിരിച്ചറിഞ്ഞാൽ പറയേണ്ടത് ഇതൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ മുമ്പേ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കാം. ഇവന്മാരും നമ്മളെ ആളുകൾ ബേസിക്കലി മണ്ടന്മാരാണല്ലോ. മണ്ടന്മാരെന്ന് വെച്ചാൽ വലിയ വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ടാവും. ഇവർ ജീവിച്ചിരിക്കുന്നത് പണ്ട് ഗുരുജി കോളേജ് പറഞ്ഞു, പണ്ടത്തെ ഞങ്ങളാണല്ലോ പണ്ട് ലോകം ഭരിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ലോകത്തെ ഏറ്റവും വലിയ ശക്തി മുസ്ലിങ്ങളാണ്.
അന്ന് ഈ ക്രിസ്ത്യൻ റോമൻ സഭയും ബാക്കി ഓർത്തഡോക്സ് ചർച്ചും ഒക്കെ തന്നെ പേടിച്ചിരിക്കുകയായിരുന്നു. പേടിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഈ റോമിലെ ഈ തുർക്കി സുൽത്താൻ ഭയങ്കര പവർഫുള്ളായിരുന്നു. അത് കഴിഞ്ഞ് നവോത്ഥാനമൊക്കെ വന്ന് ഇവന്മാർ ഈ വലിയ സംഭവമാണ്. ഇസ്ലാം മതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മതം ഉണ്ടായിരുന്നു തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആദ്യത്തെ ഒരു 10-20 വർഷം ഖുറൈശികളായിരുന്നു തല്ലൊക്കെ കിട്ടിയെങ്കിലും പിന്നെ ഈ തല്ലിയോന്മാരൊക്കെ തന്നെ ഇതിൻ്റെ നേതാക്കന്മാരായിട്ട് ഖലീഫമാരായി പ്രവാചകൻ്റെ ആളുകളൊക്കെ മാറ്റി നിർത്തി അവന്മാർ തന്നെ ഭരിച്ചത് ഖുറൈശികൾ. പിന്നെ അങ്ങോട്ട് പടയോട്ടമാണ്, നിലയ്ക്കാത്ത പടയോട്ടമാണ്, എല്ലാം സക്സസ് ആയിരുന്നു. അതിൽ ഇടയ്ക്ക് യൂറോപ്പിലുള്ള ഒരു പടത്തോട്ടം ചാൾസ് മാർട്ടിൽ ഷാർലിമേൻ്റെ അമ്മാവൻ തടഞ്ഞു നിർത്തിയാണ് ഇടയ്ക്കൊരു ബ്രേക്ക് വന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കുക എന്നുള്ള അവരുടെ എല്ലാ കാലത്തും ആഗ്രഹമായിരുന്നു. അത് തുർക്കികൾ പിടിച്ചു കൊടുത്തു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ 1-ാം ലോക മഹായുദ്ധം വരെയുള്ള ചരിത്രം സക്സസ് സ്റ്റോറിയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര കോൺഫിഡൻസ്. പക്ഷേ ആ കാലഘട്ടം മാറിയെന്ന് ഇവർക്ക് മനസ്സിലാവും. മലബാറിലാണെങ്കിൽ സാമൂതിരിക്ക് വേണ്ടി കച്ചവടം നടത്തിയത് നമ്മളെ ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും നായർ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിലും മലബാറിൽ മുസ്ലിങ്ങൾ കിട്ടിയിരുന്നു. അങ്ങനെ മുസ്ലിംസ് നല്ല ബഹുമാനം കിട്ടുന്ന സ്ഥലമാണ് മലബാർ. അപ്പോൾ ഇവർക്കൊരിക്കലും ഒരു പരാജയം 2-ാം കിടക്കാരാവുന്നുള്ള ഫീല് വന്നിട്ടില്ല. അത് പലസ്തീനിലും ഒക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലാണ് ഉള്ളത്. ഇവരെന്തൊക്കെ ചെയ്താലും ഇവർ 1-ാം കിടക്കാരെന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ മുന്നണി സംവിധാനം എങ്ങനെ നിന്നു എന്നുള്ളതാണ്. ഈ ഹിന്ദുക്കളാണെങ്കിൽ സംഘടിതരായിരുന്നു. ഇപ്പം ഒന്ന് മുന്നണി സംവിധാനം തകരാൻ പോകുന്നു, 2 ഹിന്ദുക്കൾ സംഘടിതരാവും. ഇത് ഇവർക്ക് മനസ്സിലായിട്ട് ഞാനൊക്കെ ഇത് മുമ്പേ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന ആവശ്യമില്ലാതെല്ലാം പോയി ഹിന്ദുക്കളെ വകുപ്പിച്ചാൽ ഗുജറാത്തിലെ മുസ്ലിങ്ങളെ അവസ്ഥയായിട്ട് പോകും. കാരണം വെച്ചാൽ ഗുജറാത്തിലെ കലാപമുണ്ടായി, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ആ കലാപത്തിന് മുമ്പ് തന്നെ ഇവന്മാർക്ക് ഒരു പണി കൊടുക്കണമെന്ന് ഇവന്മാർ എന്ന ഫീല് നാട്ടുകാരുടെ ഉണ്ടാക്കി വെച്ചിരുന്നു. സകല വിഷയത്തും പോയാലുമായി ഇത് തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2-ാം കിടക്കാനാവേണ്ടി വരും. പിണറായിക്ക് സപ്പോർട്ട്, പിണറായി ജീവിച്ചിരിക്കുന്ന കാലത്ത് പിണറായി സപ്പോർട്ട് ചെയ്യും, അല്ല പിണറായി പ്രൊട്ടക്ട് ചെയ്തോളൂ. അതായത് പിണറായിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ അതിൽ ഭാവിയിൽ CPM തകരും എന്നുള്ള ഒരു CPM തായിരുന്നല്ല, പിണറായി ഓക്കെ, പിണറായിനെ വിശ്വസിക്കാം, വേറെ ആരെയും വിശ്വസിക്കാം, വേറെ ഒരാളെ വിശ്വസിക്കാൻ പറ്റുന്ന സംശയമുണ്ട്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് CPM-ൽ പിണറായി അല്ലാതെ മറ്റൊരു നേതാവിനെയും സോഫ കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന വേറെ നേതാവില്ല. ഇങ്ങനെ എമർജ് ചെയ്ത് വരുമെന്ന് അറിയില്ല. പിന്നെ പിണറായിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് എടുത്തു നോക്കിയാൽ അങ്ങനെയാണ്. പിന്നെ വേറെ ജിജി മോഹൻദാസ് ഒക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ടാവും, നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഏതായാലും ഒരു പിണറായിൻ്റെ ബാക്ക് ഡ്രോപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു മുസ്ലിങ്ങളെ സംരക്ഷകനായിരുന്നു. അത് വീണയുടെ കല്യാണത്തിലാണെങ്കിൽ പോലും പൊതുവേ ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരു മടിയുണ്ടാവും. അത് നമ്മൾ പുറത്തേക്ക് കണ്ടിട്ടില്ല, ഉള്ളിലുണ്ടെന്ന് എനിക്കറിയില്ല. അല്ല, അങ്ങനെയെങ്കിൽ ഈ സമസ്ത കൂടി ചൂടുമാറുന്നതോടുകൂടി കേരളത്തിൽ LDF-ന്റെ രാഷ്ട്രീയം എന്തായിത്തീരും? LDF-ന് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാം എതിരായി VS അച്യുതാനന്ദനെ എതിർത്ത് VS-ന് ഏറ്റവും മോശം സ്ഥാനാർത്ഥികളെ കൊടുത്തപ്പോൾ പോലും 2 സീറ്റിനാണ് ഭരണം നഷ്ടപ്പെട്ടത്. അതിന് കാരണം എന്താണ്? പുതിയ ജനവിഭാഗങ്ങളെ CPM സ്വാധീനിച്ചു, മുസ്ലിങ്ങളെ പോലും സ്വാധീനിച്ചു. മുസ്ലിം യങ്സ്റ്റേഴ്സ്, ക്രിസ്ത്യൻ യങ്സ്റ്റേഴ്സ് ഇവരൊക്കെ സ്വാധീനിച്ചു. പിന്നെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഒപ്പീനിയൻ മേക്കേഴ്സ് പലരും ഇന്നത്തെ CPM നേതാക്കന്മാരുടെ കൂടെ കോളേജിൽ പഠിച്ചവരാണ്, പല പള്ളിയിൽ അച്ഛന്മാരും. അപ്പോൾ അവർക്കൊന്നും CPM-നോട് മുമ്പുള്ള വിരോധമല്ല. CPM ആണെങ്കിലും അതിനും പിടിച്ചിട്ട് ഞങ്ങളായിട്ട് പോയി ചൊവ്വനിസം എന്ന് പറയും. ഈ ചൊവ്വനിസം ഒന്നും ഇപ്പോൾ ആ പാർട്ടിയിൽ കാണാനില്ല. ഗൗരിയമ്മയ്ക്ക് കഴിഞ്ഞ സുഖമുണ്ടായി, അങ്ങനെയുള്ള ഓരോരുത്തരെടുത്ത് അവർ കളഞ്ഞിട്ടുണ്ട്. അപ്പം CPM സ്വന്തമായിട്ട് ഇൻട്രോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവർ പേടിക്കുന്ന വേറെ സാധനം BJP അവരുടെ RSS ടാക്ടിക്കലായി വോട്ട് ചെയ്യുന്നൊരു പേടി വരുന്നുണ്ട്. RSS-നെ സംബന്ധിച്ചിടത്തോളം RSS ഇത്രയും കാലം നിലനിന്നതിനെ ശക്തിപ്പെട്ടതും ടാക്ടിക്കലായി നിലപാടെടുത്തോളൂ. അവരെ സംബന്ധിച്ചിടത്തോളം മെയിൻ ശത്രു എന്താണോ, അത് ലോങ് ടൈം പ്ലാനിൽ എന്താണോ അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്യും. പിന്നെ RSS-ന്റെ വോട്ട് CPM മേടിച്ച് അവർ കുറ്റപ്പെടുത്തണം. ഇവർ ഓപ്പണായി മേടിച്ചിട്ടുണ്ടല്ലോ. RSS-ന് വോട്ട് ചെയ്ത് നിങ്ങൾ ഓക്കെ RSS LDF-ന് വോട്ട് ചെയ്യുന്നു, ഇതാ പാവാണ്, നിങ്ങൾ ഓപ്പണായി മേടിച്ചിട്ടില്ലേ. അപ്പം അതൊരു വിഷയം. അപ്പം ഈ കാര്യങ്ങളെല്ലാം അവർ പേടിക്കുന്നുണ്ട്. അപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് മുസ്ലിങ്ങളെ കാര്യം മാത്രം നോക്കിയാൽ പോലെ അതിന് പ്രധാനപ്പെട്ട ആ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ വോട്ട് ബാങ്ക് ഈഴവരാണ്. അത് ടു മച്ച് ഓഫ് ഈ പറയുന്ന തങ്ങന്മാർ പറയുന്നത് ആടി കളിച്ച അത് ശിവൻകുട്ടിക്ക് മനസ്സിലായതിൻ്റെ ഗുണപ്പം കാണാനുണ്ട്. ആടി കളിച്ചു കഴിഞ്ഞാൽ ചിത്രം മാറും, നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പോകും. പിന്നെ പിണറായി ഉള്ള കാലത്തൊരു ഉറപ്പുണ്ട്, പിണറായി വാക്ക് പാലിക്കും. പക്ഷെ സമസ്തയും സർക്കാരുമായിട്ട് ചില കാര്യങ്ങളിൽ ഒരു ഏറ്റുമുട്ടലുണ്ട്. അത് ഏറ്റുമുട്ടലില്ലാതിരിക്കാൻ പറ്റില്ല. ഇവരുടെ ആ നൂറ്റാണ്ട്, അത് ഗോവിന്ദമാഷൊക്കെ ഇടയ്ക്ക് അറിയാതെ പറഞ്ഞു, ആ നൂറ്റാണ്ടിൽ ഇവരുടെ നിലപാടും കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ CPM പോലെയുള്ള ഒരു
ആധുനിക കാലഘട്ടത്തെ പ്രസ്ഥാനത്ത് എത്ര കാലം ചോദിച്ചു പോകാൻ പറ്റും വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആകുമ്പോൾ അവരുടെ മറ്റേ എലിമെന്റ്സ് ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ മേത്തന ആളാവണ്ടെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ നിങ്ങൾ ഞാനെന്തായി പറഞ്ഞത് നമ്മളെ നാട്ടിലുള്ള ചർച്ചയാണ്. അല്ല, പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു സംസാരം. അങ്ങനെ മേത്തന ആളാവണ്ട എന്ന് ചിന്തിക്കും. ചിന്തിച്ചിട്ടുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അത് CPM രാഷ്ട്രം വരും. ഇപ്പൊ CPM സംബന്ധിച്ചിട്ട് ഇവർ സപ്പോർട്ട് ചെയ്താൽ ഓക്കെ, ഒരു 5 സീറ്റ് അഡീഷൻ കിട്ടും എന്നല്ലാതെ CPM ഒറ്റയ്ക്ക് അവരുടെ ഇൻട്രോൾസ് ആയി CPIയുടെ പോലും ആവശ്യം അവർക്കില്ല. ഇൻട്രോൾസ് ഉണ്ടായി. മാണി മാത്രം കൂടെ നിന്നാൽ മതി. ഈ കൂട്ടത്തിൽ മാണി മാത്രമാണ് 4 ആളുള്ളത്. അതുണ്ട്. പിന്നെ ആ കെട്ടുറപ്പോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇഴവ വോട്ട് ചേരാതെ നോക്കിക്കഴിഞ്ഞാൽ അവർ സേഫാണ്. ലീഗ് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 25 സീറ്റിൽ ജയിക്കും എന്ന് നമുക്ക് 25 കിട്ടും. 20 സീറ്റ്, 18-20 സീറ്റ്. പണ്ടത്തെ പോലെ എളുപ്പമാണ്. മലപ്പുറത്ത് പല മേഖലയിലും CPM ആണുങ്ങളെയും പെണ്ണുങ്ങളെ ഇടയിൽ മുഴുകി പോയിട്ടുണ്ട്. അത് കാരണം ഇവർ കോൺഗ്രസ്സുകാരെ തന്നെ ലീഗുകാരും. മോഡി ഓരോ മുസ്ലിമിനെ രാവിലെ വിളിച്ച് ചുട്ടു നിന്ന് പേടിപ്പിച്ചു. അപ്പോൾ മോഡി ചുട്ടു നിന്നവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി CPM മറ്റൊരു ഏരിയ കാണില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ മോഡിപ്പേടി വളർത്തു, CPM വളർത്തു. മോഡി സത്യത്തിൽ CPM ഒരു ബോർഡേക്ക് നല്ലതാണ്. മോഡി ഈ വീടിൻ്റെ ഐശ്വര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.